നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അന്ന് മണിക്കുട്ടൻ, ഇന്ന് സിബിൻ. ഞാൻ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അന്ന് മണിക്കുട്ടൻ എന്ന് പറഞ്ഞ സീസൺ 3 ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയും കാരണക്കാരനായി വന്നത് ഈ പറയുന്ന ആരാണ്? ലാലേട്ടനാണ്. ലാലേട്ടൻ അന്ന് മണിക്കുട്ടനെ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ സീസൺ 3 കണ്ടവർക്കറിയാം, ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിക്കുട്ടൻ പേര് മാറിപ്പോ. എനിക്കൊന്ന് സജനേന്റെ പേര് പറയുന്നതിന് പകരം പിന്നെ മറ്റാരുടെ പേര് പറഞ്ഞു. ആ പേര് പറയുമ്പോൾ ലാലേട്ടന്റെ വായിൽ നിന്ന് വരുന്ന ഒരു സംഭവം, മണിക്കുട്ടന്റെ സമനില തെറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു എന്നൊരു വാക്ക് ലാലേട്ടന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്നുണ്ട്. അതായത് പേര് മാറ്റി പറയുന്നു. അപ്പോ മണിക്കുട്ടന്റെ സമനില തെറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു എന്നൊരു സംഭവം പറയുമ്പോൾ ടപ്പന തന്നെ മണിക്കുട്ടന്റെ മുഖം മാറി നമ്മൾ എല്ലാവരും കണ്ടു. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന മണിക്കുട്ടൻ പെട്ടെന്ന് തന്നെ സീരിയസ് ആവുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാനസികമായി തകരുന്നു. ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടൻ എന്നെ മാനസിക നില തെറ്റിയവൻ എന്ന് വിളിച്ചു എന്നുള്ള രീതിയിൽ ഡിപ്രഷനിലേക്ക് അവൻ പോകുന്നു. അതിനുശേഷം ഇവൻ പിന്നീട് എനിക്ക് കിട്ടിയണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സിബിൻ പറഞ്ഞ രീതിയിൽ സിബിൻ ഇപ്പൊ കാണിക്കുന്ന അതേ സംഭവങ്ങൾ മണിക്കുട്ടൻ കാണിച്ചായിരുന്നു. മണിക്കുട്ടൻ ഈ പറയുന്ന ഇവിടെ പിന്നീട് കൺവെൻഷൻ റൂമിൽ വിളിക്കുന്നു. മണിക്കുട്ടൻ പറയുന്നത് എനിക്കിനി നിൽക്കണ്ട, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് കരയുന്നു. എനിക്കിനി എന്റെ മാനസിക നില തെറ്റി, എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഒരുപാട് പിന്നെ സംസാരിക്കുന്നു. മണിക്കുട്ടനെ എന്ത് ചെയ്യാം, ഇതുപോലെ മണിക്കുട്ടനെ പിന്നീട് ഷോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിബിൻ ഇപ്പൊ കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് മണിക്കുട്ടന് ഒരു തരത്തിലും അവിടെ നിൽക്കാൻ പറ്റാത്ത രീതി വരികയും അവസാനം ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പിന്നീട് ഇത് കണ്ണ് കെട്ടിക്കൊണ്ട് മണിക്കുട്ടനെ പുറത്താക്കുന്ന ഒരു സീനുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെയും അനാവശ്യമായിട്ട് എന്ത് ചെയ്തു, സിബിനെ അനാവശ്യമായിട്ട് ലാലേട്ടൻ കുറ്റം പറയുന്നു. ഒരു കാരണവുമില്ലാത്ത ലാലേട്ടന്റെ വായിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ട്. സിബിനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ, സിബിനെ മാനസികമായി തകർക്കുന്ന രീതിയിൽ ആ എപ്പിസോഡിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ കുറ്റം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടാണ് സിബിൻ എന്ത് ചെയ്തത്, സിബിനും ഇത് ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ട് തകരുകയും പിന്നീട് എനിക്ക് ഇവിടെ നിൽക്കണ്ട. സിബിനടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെയുള്ള കണ്ടസ്റ്റന്റുമായിട്ട് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം എന്താണ്, ലാലേട്ടൻ അവനെ പറഞ്ഞ വാക്കുകളാണ്, ലാലേട്ടന്റെ വാവിട്ട വാക്കുകളാണ്. അപ്പൊ ഒരാളെ ചെയ്യാത്ത കൂട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടത്തിന് ഇത്രയും വലിയൊരു ശിക്ഷ ഈ സീസണിൽ അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും കൊടുത്തിട്ടില്ല. ഈ നമ്മുടെ ഒരു 6 സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 6 സീസണിൽ ഇത്രയും ഒരു ചെറിയ ഒരു കാര്യത്തിന് ഇത്രമേൽ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എല്ലാ സീസണും കംപ്ലീറ്റ് കണ്ട ഒരു വ്യക്തിയാണ്, റിവ്യൂ ചെയ്ത വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതുപോലൊരു ചെറിയ വിഷയത്തിന് ഇത്രയും വലുതായിട്ട് ആരെയും ഫയർ ചെയ്തിട്ടില്ല. അപ്പൊ അതുപോലെ അന്നും മണിക്കുട്ടനായിരുന്നു എന്ത് ചെയ്തത്. അന്ന് ഏറ്റവും വലിയ ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ട് അന്ന് മണിക്കുട്ടനാണ്. ഇന്ന് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാൻ ബേസ് ഉള്ള ആർക്കാണ്? സിബിനാണ്. നമ്മുടെ വോട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിബിനാണ്. അപ്പൊ സിബിൻ മണിക്കുട്ടൻ പോയതുപോലെ അതേ രീതിയിൽ കണ്ണ് കെട്ടിക്കൊണ്ട് ഈ പറയുന്ന സിബിനും പുറത്താവുന്നു. പക്ഷെ അവിടെ മണിക്കുട്ടൻ തിരിച്ചു വന്നു. മണിക്കുട്ടൻ എനിക്കൊന്ന് ഒരാഴ്ച എന്തോ കഴിഞ്ഞിട്ട്, ഒരാഴ്ച 2 ആഴ്ച അത്ര നല്ല ഓർമ്മയില്ല, കഴിഞ്ഞിട്ട് മണിക്കുട്ടന്റെ റീ എൻട്രി വന്നു. മണിക്കുട്ടൻ അവിടെ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് മണിക്കുട്ടൻ റീ എൻട്രി നടത്തുന്നു. ഭയങ്കര കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ഒരു റീ എൻട്രി ആയിരുന്നു. അതിനുശേഷം മണിക്കുട്ടൻ ഈ പറയുന്ന കപ്പടിക്കുന്നു. അതാണ് സംഭവിച്ചത് സീസൺ 3. മനസ്സിലായോ? അപ്പോ അതുപോലെ തന്നെയാണ് സിബിൻ ഇപ്പോ ആദ്യം ഈ പറയുന്ന അവർ കുറെ നേരം എന്ത് ചെയ്യുന്നു, അവനെ സമാധാനപ്പെടുത്താനൊക്കെ നോക്കുന്നു. സമാധാനപ്പെടുന്നില്ല. സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരുന്നു. പിന്നീട് എന്നിട്ടും നടക്കുന്നില്ല. ഇവൻ എന്ത് ചെയ്യുന്നു, കിറ്റ് ചെയ്യണമെന്ന് വീണ്ടും പറയുന്നു. മണിക്കുട്ടനൊക്കെ പറഞ്ഞയച്ചതുപോലെ കിറ്റ് ചെയ്ത് പോകുന്നു. ഇനി തിരിച്ചു വരുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ കേട്ടും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ക്വിറ്റ് ചെയ്ത് പോവാനാണ് ചാൻസ് കൂടുതലെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അറിയത്തില്ല, കാരണം ഈ കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോവുകയാണ്. അപ്പം അതിനുശേഷം ഇനി ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു ഫെയർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അൺഫെയർ എന്ന് പറയും. കാരണം ഇത്രയും അവസരങ്ങൾ കൊടുത്തു. പിന്നീട് പലരും വന്ന് സംസാരിച്ചു. ഇനി പുറത്തിറങ്ങിയിട്ട് തന്റെ പിന്നീട് എന്താണ് പുറത്തുള്ള തന്റെ ഫാൻ പവറൊക്കെ കണ്ടിട്ട്, തന്റെ സപ്പോർട്ടൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു കയറ്റുന്നത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് ഞാൻ പറയത്തില്ല. മനസ്സിലായോ? അതൊരു അൺഫെയർ ഡിസിഷനാണ്. കാരണം പുറത്തുള്ള നമ്മുടെ പവർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാൻ ബേസ് കണ്ട് തിരിച്ചു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ മണിക്കുട്ടന്റെ കേസ് മറ്റൊരു തരത്തിൽ, മണിക്കുട്ടന്റെ കേസായാലും അന്ന് ചെയ്ത സത്യം പറഞ്ഞ ഒരു തരത്തിലുള്ള മറ്റുള്ളവർ കൊടുത്ത അൺഫെയർ ആണ്. കാരണം മണിക്കുട്ടൻ ഇറങ്ങി, ഞാൻ അന്ന് വീഡിയോ ഇട്ടായിരുന്നു, മണിക്കുട്ടൻ ഈ ഷോ വിട്ട് കിട്ടിയത് പോയിട്ട് അത് മണിക്കുട്ടന്റെ കഴിവ് കേടാണ്. മണിക്കുട്ടൻ ഈ ഷോയ്ക്ക് ആപ്റ്റ് അല്ല എന്നുള്ളതാണ്. അതായത് മാനസിക സമ്മർദ്ദം
പിന്നെ എന്താണ് തരണം ചെയ്യാനുള്ള ഒരു ശേഷി ആർക്കില്ലെന്ന് മണിക്കൂട്ടനിലായിരുന്നു. അതുപോലെ തന്നെയാണ് സിബിന്റെ കേസും. ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാനസിക സമ്മർദ്ദം അതിജീവിക്കാനുള്ള ശേഷി ആർക്കും ഇല്ലാതായിപ്പോയി, സിബിനും ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണല്ലോ സിബിൻ പുറത്താക്കിയത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. സീസൺ 3 ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അതായത് മണിക്കുട്ടൻ തിരിച്ചു വന്നതുപോലെ സിബിനും തിരിച്ചു വന്ന് കപ്പടിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം സിബിൻ തിരിച്ചു വരുമോ ഇല്ല. എന്തായാലും നഷ്ടപ്പെട്ടത് ഏറ്റവും നല്ല ഒരു ബിഗ് ബോസിന്റെ സീസൺ 6 തന്നെ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. വളരെ എന്റർടൈനർ ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് കഴിവുകളുള്ള, സംസാരിക്കാൻ ഒരുപാട് അറിയാമെന്നുള്ളത്, അതിപ്പം സ്കിറ്റുകളായിക്കോട്ടെ, ഡാൻസ്, അങ്ങനെയുള്ള എന്തായിക്കോട്ടെ എല്ലാത്തിലും തന്റെ കഴിവ് ഒരുപാട് ചെലുത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. സീസൺ 6 ഒരുപാട് സംഭാവനകൾ കൊടുത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു. മനസ്സിലായോ? ഇവിടെ നിന്നിരുന്നു എങ്കിൽ സിബിൻ ഇവിടെ നിന്നതിൽ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് കിട്ടി. അത് തമാശയായിക്കോട്ടെ, അതിപ്പം പിന്നീട് ഫൈറ്റിംഗ് ആയാലും, അതൊരു ഡിബേറ്റ് ആയാലും, അതൊരു ഡാൻസ് ആയാലും, പാട്ടായാലും, എവിടെയും തന്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെ. നമുക്കറിയാലോ ഈ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് വന്ന മറ്റേ ജോൾസിനായിട്ട് വന്നിട്ട് പറഞ്ഞ ആ സംഭവങ്ങൾക്ക് ഒരുപാട് ഹാസ്യങ്ങളൊക്കെ കൊണ്ടുവരികയും എല്ലാവരെയും ഈ സംസാരിച്ച് അടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ടായിരുന്ന അത്രയും കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ തുലച്ചു കളയുന്നത്. ഈ പറയുന്ന നിങ്ങളുടെ അനാവശ്യമായ ഇടപെടൽ കാരണം, അതായത് ഗബ്രി എന്ന് പറയുന്നവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവനെ ഇവിടെ എന്ത് ചെയ്യും നിലനിർത്താൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന ജാസ്മിന് ഒരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ജാസ്മിന് പുറത്ത് സപ്പോർട്ടുണ്ട്, ഗബ്രിക്കും പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള നമ്മുടെ പ്രേക്ഷകരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു വലിയ കള്ളം പറഞ്ഞു. അതായത് പ്രേക്ഷകർ പറഞ്ഞിട്ടാണ്, പ്രേക്ഷകരുടെ ആഗ്രഹം മൂലം പ്രേക്ഷകർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തത്. അത് ഗബ്രിയുടെ മനസ്സിലേക്കും ഈ പറയുന്ന ജാസ്മിന്റെ മനസ്സിലേക്കും ഈവൻ സിബിന്റെ മനസ്സിലേക്കും ഈ ഒരു തോട്ട് ഇട്ട് കൊടുത്തു. അതായത് പ്രേക്ഷകർ ആരുടെ കൂടെയാണെന്ന്, ഈ പറയുന്ന ജാസ്മിന്റെയും ഈ പറയുന്ന ഗബ്രിയുടെയും കൂടെയാണ് പ്രേക്ഷകർ എന്ന് ആവർത്തിച്ച് ഇട്ടുകൊടുക്കുകയും, നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തതെന്ന് എന്ത് ചെയ്യുന്നു, സിബിനോട് പറയുകയും സിബിനെ അങ്ങനെ മാനസികമായി തകർക്കുകയും അവൻ കിറ്റ് ചെയ്ത് പോകുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോ ഈ ഷോയ്ക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു കിടിലം കണ്ടസ്റ്റന്റിനെ ആയിരുന്നു അല്ലെ. നമ്മൾ ഇത്രയും കണ്ടസ്റ്റന്റ് നോക്കി ഇത്രയും എല്ലാ ഗുണങ്ങളും കൂടി ചേർന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് അറിഞ്ഞിട്ട് സിബിൻ നമുക്ക് പറയാൻ പറ്റും. അതിപ്പം ഈ ടാസ്ക് ആയാലും, ഈ പറയുന്ന ഡിബേറ്റ് ആയാലും, എല്ലാത്തിലും കലാപരമായിട്ടുള്ള എല്ലാത്തിലും, ഈ ഹാസ്യമാവട്ടെ എല്ലാത്തിലും വളരെ സൂപ്പറായിട്ട് കളിച്ച ഒരു വ്യക്തിയാണ്. ഈ ഷോയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. പക്ഷെ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവനെ നിങ്ങൾ ഇടിച്ചു താക്കുകയോ ചെയ്തു അല്ലേ. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നല്ലൊരു കണ്ടസ്റ്റന്റ് നിങ്ങൾ ചെയ്തു, അവിടെ മാനസികമായി തകർത്ത് അയാള് പുറത്തു കിറ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 സിബിൻ പോയി കഴിഞ്ഞാൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.